ഇന്ന് ഏപ്രിൽ 1 രാജ്യത്ത് പുതിയ ആദായ നികുതി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിലാകും. ഇതിനു പുറമെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നോക്കിവരാം. സാമ്പത്തിക മേഖലയിലെ വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഇത്തവണത്തെയും പ്രത്യേകത. 1961 ആദായ നികുതി നിയമത്തിന് പകരമായാണ് പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിലാവുന്നത്. ഇതുപ്രകാരം ഇനി മുതൽ നികുതി വർഷം മാത്രമാകുമുണ്ടാവുക. നികുതിദായകരെ കുഴപ്പിച്ചിരുന്ന സാമ്പത്തിക വർഷം, അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ എന്നീ പ്രയോഗങ്ങൾ ഇനി മുതൽ ഉണ്ടാകില്ല. ഇവയ്ക്ക് പകരം ടാക്സ് ഇയർ അഥവാ നികുതി വർഷമെന്ന ഒറ്റ പ്രയോഗമേ ഉണ്ടാകൂ. സ്രോതസ്സിലെ നികുതി സംബന്ധിച്ച് തൊഴിൽദാതാവ് നൽകുന്ന ഫോം 16 പകരം ഇനി ഫോം 130 ആയിരിക്കും. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ നികുതി നൽകേണ്ടതില്ല. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ട്രെയിൻ ടിക്കറ്റ് റീഫണ്ടിലാണ്. ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂറോ അതിൽ കുറവോ ശേഷിക്കെ ടിക്കറ്റ് റദ്ദാക്കിയാൽ തുക മുഴുവൻ നഷ്ടമാകും. നിലവിൽ പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുൻപ് വരെ റദ്ദാക്കുന്ന ടിക്കറ്റുകൾക്ക് തുക തിരികെ ലഭിച്ചിരുന്നു. ഇനി മുതൽ 72 മണിക്കൂർ മുൻപ് റദ്ദാക്കിയാൽ മുഴുവൻ തുക ലഭിക്കും. 72 മണിക്കൂറിനും 24 മണിക്കൂറിനും ഇടയിലാണെങ്കിൽ 25% തുക നഷ്ടമാകും. 24 മണിക്കൂറിനും 8 മണിക്കൂറിനും ഇടയിലാണെങ്കിൽ പകുതി തുക മാത്രം. ആധാർ മാത്രം നൽകി പാൻ കാർഡ് സ്വന്തമാക്കാമെന്ന് ഇനി കരുതേണ്ട. പാൻ കാർഡിനായുള്ള അപേക്ഷകൾക്ക് ജനന തീയതി തെളിയിക്കുന്നതിനുൾപ്പെടെ കൂടുതൽ രേഖകൾ നൽകണം. പാൻ കാർഡിൽ പേര് രേഖപ്പെടുത്തുന്നില്ലെന്നും ഓർമ്മിക്കണം. ഇനി മുതൽ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വസ്തു ഇടപാടുകൾക്ക് മാത്രമേ പാൻ കാർഡ് നൽകേണ്ടതുള്ളൂ. നിലവിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് പാൻ നിർബന്ധമായിരുന്നു. സ്വർണ്ണപ്പണയം സംബന്ധിച്ച് പരിഷ്കരിച്ച ചട്ടം പ്രാബല്യത്തിലായി. 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് പണയം വെച്ച സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 85% വരെ വായ്പയായി ലഭിക്കും. റിസർവ് ബാങ്ക് വഴി നേരിട്ട് വാങ്ങുന്ന ഗോൾഡ് ബോണ്ടുകൾക്ക് മാത്രമേ ഇനി കാലാവധി പൂർത്തിയാകുമ്പോൾ നികുതി ഇളവ് ലഭിക്കൂ. ഓഹരികൾ തിരിച്ചു വാങ്ങുമ്പോൾ ലഭിക്കുന്ന നേട്ടത്തിന് ഇനി മൂലധന നികുതി നൽകണം. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വിഭാഗത്തിൽ ഓഹരി കൈമാറ്റ നികുതി ഉയരും. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കുള്ള ഈടുരഹിത വായ്പാ പരിധി 10 ലക്ഷം രൂപയായിരുന്നത് 20 ലക്ഷമായി ഉയരും. പോസ്റ്റ് ഓഫീസ് വഴി രാജ്യത്തിനുള്ളിൽ ഉരുപ്പിടികൾ അയക്കുന്നവയ്ക്ക് ബാധകമായിരുന്ന ഇൻഷുറൻസ് പരിധി 1 ലക്ഷം രൂപയായിരുന്നത് 5 ലക്ഷമായി ഉയർത്തും. SBI ക്രെഡിറ്റ് കാർഡിൽ പോയിന്റ് റെഡീം ചെയ്യുന്നതിനുള്ള ചുരുങ്ങിയ പരിധി 4000 പോയിന്റാക്കി. റുപ്പേ ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് വിമാനത്താവള, റെയിൽവേ ലോഞ്ചുകളിൽ സൗജന്യ പ്രവേശനം ഉണ്ടാകില്ല. ടോൾ പ്ലാസകളിൽ ഡിജിറ്റൽ പണമിടപാടുകൾ മാത്രമേ അനുവദിക്കൂ. ഫാസ്ടാഗ് UPI വഴി മാത്രമാകും ടോൾ പിരിവ്. ഫാസ്ടാഗ് വാർഷിക പാസിന്റെ ഫീസ് 3000 നിന്ന് 3075 രൂപയാകും. എല്ലാ ഡിജിറ്റൽ ഇടപാടുകൾക്കും 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ നിർബന്ധമാക്കും. OTPക്ക് പുറമെ പിൻ, സോഫ്റ്റ്വെയർ ടോക്കൺ, ഫിംഗർ പ്രിന്റ് അടക്കമുള്ള ബയോമെട്രിക്സ് തുടങ്ങിയവയും ഉപയോഗിക്കാം. പോസ്റ്റ് ഓഫീസ് വഴി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സുരക്ഷിതമായ ലഘുസമ്പാദ്യ പദ്ധതിയായ കിസാൻ വികാസ് പത്രയിൽ പരിധിയില്ലാതെ നിക്ഷേപമാകാം. പലിശ നിരക്കിൽ മാറ്റമില്ല. പോസ്റ്റ് ഓഫീസ് സേവിംഗ് ഡെപ്പോസിറ്റ് സ്കീമുകളുടെ പലിശ നിരക്കിലും മാറ്റമില്ല. 4% തുടരും. ന്യൂസ് ഡെസ്ക്, ജനം.